എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 10-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കനത്ത പോളിംഗ്. 7 മണി വരെയുള്ള കണക്ക് പ്രകാരം 77.45% പോളിംഗ് രേഖപ്പെടുത്തി. അന്തിമ കണക്ക് വരുമ്പോൾ 80% മുകളിലാകും എന്നാണ് വിലയിരുത്തൽ. SIR 2026 പശ്ചാത്തലത്തിലാണ് വോട്ടിംഗ് ശതമാനം കൂടിയത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. വോട്ട് ചെയ്ത പ്രബുദ്ധ കേരളത്തിന് നന്ദിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചു. UDF-നായി രാപ്പകൽ പ്രവർത്തിച്ചവർക്ക് ഹൃദയം നിറഞ്ഞ അഭിവാദ്യം. അധികാരം തിരിച്ചുപിടിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. വോട്ടർമാർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. നവകേരളത്തിനായി ഒരുമിച്ച് മുന്നേറാം എന്ന് പിണറായി വിജയനും വ്യക്തമാക്കി. കേരളത്തിനോടൊപ്പം തെരഞ്ഞെടുപ്പ് നടന്ന അസാമിലും കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. വൈകിട്ട് 5 മണി വരെയുള്ള കണക്ക് പ്രകാരം 84.42% പോളിംഗ്. പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പിലും കനത്ത പോളിംഗ്. 5 മണി വരെയുള്ള കണക്ക് പ്രകാരം 86.92% പോളിംഗ്. പോളിംഗ് വർദ്ധിച്ചത് പ്രതീക്ഷയോടെയും ആശങ്കയോടെയുമാണ് 3 മുന്നണികളും കാണുന്നത്. കേരളത്തിൽ വിധി നിർണയിക്കുക 25 മണ്ഡലങ്ങളാകും. EC വാക്ക് ഓവർ പ്രതീക്ഷിച്ച പലയിടങ്ങളിലും പ്രവചനാതീതമായിട്ടുള്ള മത്സരമാണ് നടന്നിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. തിരുവനന്തപുരം ജില്ലയിലെ നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ കടുത്ത ത്രികോണ മത്സരമാണ് നടന്നിട്ടുള്ളത്. ഇവിടെ UDF-ഉം LDF-ഉം NDA-യും പ്രതീക്ഷ വയ്ക്കുന്നു. ഭരണവിരുദ്ധ വികാരം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് UDF-ഉം BJP-യും ഒരുപോലെ പറയുന്നു. വളരെ ഈസിയായി പത്തനാപുരത്ത് ജയിച്ചു കയറുന്ന KB ഗണേഷ് കുമാറിന് ഇത്തവണ ജ്യോതികുമാർ ചാമക്കാല കനത്ത വെല്ലുവിളിയാണ് ഉയർത്തിയിട്ടുള്ളത്. ആറന്മുളയിൽ വീണ ജോർജിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിയും അട്ടിമറി പ്രതീക്ഷിക്കുന്നു. മാത്യു T. തോമസ് 4 തവണ വിജയിച്ച തിരുവല്ലയും ആടി ഉലയുകയാണ്. അനായാസ വിജയം തേടി ഇറങ്ങിയ മന്ത്രി VN വാസവൻ ഏറ്റുമാനൂരിൽ വിയർക്കുന്ന ചിത്രമാണ് ഒടുവിലുള്ളത്. 47 വർഷത്തിന് ശേഷം കോൺഗ്രസ് നേരിട്ട് അംഗത്തിനിറങ്ങിയപ്പോൾ ഇവിടെയും മത്സരം ശക്തമായി. KM മാണിയുടെ കോട്ടയായിരുന്ന പാല ഇക്കുറി പ്രവചനാതീതമാണ്. മാണി ഗ്രൂപ്പിന് ഇത് ജീവൻ മരണ പോരാട്ടമാണ്. BJP പിടിക്കുന്ന ഓരോ വോട്ടും ഫലത്തെ സ്വാധീനിക്കും. മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇടുക്കിയിൽ കോൺഗ്രസ് അട്ടിമറി ഭീഷണി ഉയർത്തുന്നുണ്ട്. ദേവികുളത്തിന് പുറമെ ഉടുമ്പൻചോലയിലും UDF-ഉം ഇടതുപക്ഷം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. CPM-ന്റെ മുതിർന്ന നേതാവും G. സുധാകരനും സ്വതന്ത്രനായി ഇറങ്ങിയ അമ്പലപ്പുഴ സംസ്ഥാനം കാതോർക്കുന്ന പോരാട്ടമാണ്. എവിടെ തോറ്റാലും അമ്പലപ്പുഴ വിജയിക്കണം എന്നുള്ള രീതിയിലാണ് CPM സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പ്രവർത്തനം നടത്തിയത്. സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം അമ്പലപ്പുഴയിൽ മാത്രമല്ല, കുട്ടനാട് അടക്കമുള്ള മറ്റ് ആലപ്പുഴയിലെ മണ്ഡലങ്ങളിലും സ്വാധീനം ചെലുത്തും എന്നാണ് വിലയിരുത്തൽ. കുന്നത്തുനാട്, കോതമംഗലം, കൊച്ചി മണ്ഡലങ്ങളിൽ അതിശക്തമായ മത്സരമാണ് നടക്കുന്നത്. 2020 പാർട്ടി NDA-യിൽ ചേർന്നതോടുകൂടി UDF LDF-ലേക്ക് ഒരുപാട് വോട്ടുകൾ എത്തുമെന്നാണ് ഇരു മുന്നണികളും പ്രതീക്ഷിക്കുന്നത്. മണലൂരും തൃശ്ശൂരും കനത്ത മത്സരമാണ് നടക്കുന്നത്. തൃശ്ശൂരിൽ ത്രികോണ പോരാണ്. ഇത് പിടിച്ചെടുക്കാനാകുമെന്ന് UDF പ്രതീക്ഷിക്കുമ്പോൾ മണ്ഡലം നിലനിർത്താനാകുമെന്നാണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത്. പത്മജലയുടെ നേട്ടം കൊയ്യാമെന്നാണ് NDA പ്രതീക്ഷിക്കുന്നത്. പാലക്കാട്, തൃത്താല മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. മലപ്പുറം, താനൂര്, പൊന്നാനി മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം നടക്കുന്നു. തവന്നൂർ അട്ടിമറിക്കാനാകുമെന്നാണ് UDF-ന്റെ കണക്കുകൂട്ടൽ. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഏറെയും കോഴിക്കോട് ജില്ലയിലാണ്. ഇടതുകോട്ടയായ പല മണ്ഡലങ്ങളിലും ഇക്കുറി കടുത്ത വെല്ലുവിളികളാണ് UDF സൃഷ്ടിച്ചിരിക്കുന്നത്. പേരാമ്പ്രയും ബേപ്പൂരും സംസ്ഥാനം ഉറ്റുനോക്കുന്ന മത്സരങ്ങളാണ്. നാദാപുരം, കൊയിലാണ്ടി, കുന്നമംഗലം, തിരുവമ്പാടി, കോഴിക്കോട് നോർത്ത്, സൗത്ത് എന്നിവിടങ്ങളിലും അക്ഷരാർത്ഥത്തിൽ പൊരിഞ്ഞ പോരാണ് നടന്നത്. ഇപ്പറഞ്ഞ പകുതി മണ്ഡലങ്ങളിലെങ്കിലും UDF ഒരു ചുവട് മുന്നിലാണ്. അനായാസം ഇടതുപക്ഷം വിജയിക്കുന്ന മണ്ഡലങ്ങളാണ് ഇവയെല്ലാം. കണ്ണൂർ ജില്ലയിൽ അഴീക്കോട് മണ്ഡലത്തിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. ത്രികോണ പോര് നടക്കുന്ന മഞ്ചേശ്വരത്തും അട്ടിമറി വിജയം നേടാമെന്ന് BJP പ്രതീക്ഷിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇലക്ഷന് മുന്നോടിയായി മാർച്ച് ഏപ്രിൽ മാസത്തേത് ഒരുമിച്ചാണ് ഇപ്പോൾ വിതരണം ചെയ്ത് പൂർത്തീകരിച്ചത്. കയ്യിലാണ് ഇപ്പോൾ അവസാനമായി പെൻഷൻ വിതരണം പൂർത്തീകരിച്ചിട്ടുള്ളത്.
വളരെ ചുരുക്കം ചില ആളുകൾക്ക് വീടുകളിൽ ഇപ്പോഴും പെൻഷൻ എത്തിയിട്ടില്ല എന്നുള്ളത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് വരും ദിവസങ്ങളിൽ ആ ഒരു തുക എത്തിച്ചേരും. എന്നാൽ ഇനി അടുത്ത പെൻഷൻ ലഭിക്കാൻ ഒരുപാട് കാത്തിരിക്കണം. അതായത് ഏപ്രിൽ മാസത്തിൽ 25-ാം തീയതി ലഭിക്കേണ്ട പെൻഷനാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഈ മാസം പെൻഷൻ ലഭിക്കില്ല. അടുത്ത മാസവും 25-ാം തീയതിക്ക് ശേഷമായിരിക്കും തുക ലഭിക്കുക. അത് തന്നെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമായിരിക്കും. അതായത് മെയ് 4-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം സത്യപ്രതിജ്ഞാ ചടങ്ങും മറ്റുമെല്ലാം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കും പുതിയ ഒരു സർക്കാർ ആ ഒരു പെൻഷൻ വിതരണം നടത്തുക. 2000 രൂപ തന്നെയാണ് മെയ് മാസത്തിൽ ലഭിക്കുക. തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായി 3 മുന്നണികളും 3000 രൂപ ക്ഷേമ പെൻഷൻ എത്തിക്കും എന്ന് പറയുമ്പോൾ പല ആളുകളുടെയും തെറ്റിദ്ധാരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വരുന്ന പുതിയ സർക്കാർ 3000 രൂപ പെൻഷൻ തരും എന്നാണ്. എന്നാൽ അത് അങ്ങനെയല്ല. ഘട്ടം ഘട്ടങ്ങളായി പെൻഷൻ വർദ്ധിപ്പിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിലെ 2000 രൂപ തുടർന്നു പോകാനാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യത. വരും വർഷങ്ങളിലായിരിക്കും 200 രൂപ വീതമുള്ള വർധനവ്. അതേസമയം പുതിയ സർക്കാരിന്റെ ബജറ്റിൽ പ്രഖ്യാപനങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. ഈ നിലവിലെ 2000 രൂപ കൃത്യമായി ലഭിക്കും. നിലവിൽ 2 തവണയായി പിണറായി സർക്കാരാണ് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാർ വന്നതിന് ശേഷമാണ് വരുമാന സർട്ടിഫിക്കറ്റ്, ലൈഫ് സർട്ടിഫിക്കറ്റ്, മസ്റിൻ തുടങ്ങിയ നടപടികൾ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയത്. അപ്പോൾ പുതിയ സർക്കാർ അത് ആര് വന്നാലും ഇത് തുടരുമോ എന്നുള്ളത് പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം കഴിഞ്ഞതിന് ശേഷമോ മറ്റ് നടപടികൾക്ക് ശേഷമോ അറിയാൻ കഴിയൂ. ഇനി അടുത്ത മസ്റ്ററിംഗ് സമയം എപ്പോഴാണ് എന്നെല്ലാം അറിയാൻ കാത്തിരിക്കേണ്ടി വരും. നിലവിലെ സർക്കാർ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ ജൂൺ 30 വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. വിധവ, അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്ക് വിവാഹിതയല്ല, പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനും ജൂൺ 30 വരെ സമയം നീട്ടി നൽകിയിട്ടുണ്ട്. പെൻഷൻ അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയേക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. നിലവിൽ 1 ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനം ഉള്ള കുടുംബത്തിൽ മറ്റ് അത്യാധുനിക സൗകര്യങ്ങളും 4 ചക്ര വാഹനം, 2000 സ്ക്വയർ ഫീറ്റ് മുകളിലെ വീട്, 2 ഏക്കറിലധികം ഭൂമിയൊന്നും ഇല്ലാത്ത കുടുംബങ്ങളിലെ എല്ലാവർക്കും ഈ ഒരു പെൻഷൻ ലഭിക്കുന്നുണ്ട്. 60 വയസ്സു കഴിഞ്ഞ ആളുകൾക്കുള്ള വാർദ്ധക്യകാല പെൻഷൻ, ഭിന്നശേഷിക്കാർക്ക് ആയിട്ടുള്ള കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർക്ക് 2000 രൂപ പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ, 18 വയസ്സ് കഴിഞ്ഞ വിധവകളായിട്ടുള്ള സ്ത്രീകൾക്കുള്ള പെൻഷൻ, ഇവയൊക്കെയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനായി വിതരണം ചെയ്യുന്നത്. ഇതിനൊന്നും അപേക്ഷിക്കാത്ത ഈ വിഭാഗത്തിൽ പെടുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ ഇനി മുതൽ അപേക്ഷ നൽകാവുന്നതാണ്. തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞ് ഉദ്യോഗസ്ഥർ ഫ്രീ ആവുന്നതോടുകൂടി പുതിയ അപേക്ഷകൾ പരിഗണിച്ച് പെൻഷൻ അനുവദിച്ചു കിട്ടും. സ്ത്രീ സുരക്ഷാ പെൻഷനാണ് ഇനി ലഭിക്കാനുള്ളത്. ഏപ്രിൽ മാസത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇലക്ഷന് മുമ്പ് ഉണ്ടാകും എന്ന് കരുതിയിരുന്നു എങ്കിലും അത് നടന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മാസം 20-ന് ശേഷം സ്ത്രീ സുരക്ഷാ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തും എന്നുള്ളതാണ് വിവരം. അപ്പോൾ ഇലക്ഷന് ശേഷം പെൻഷൻ എങ്ങനെ എന്നുള്ളതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. സമാധാനം ദീർഘകാലത്തേക്ക് നടപ്പിലാകും എന്നുള്ള പ്രതീക്ഷയിലാണ് പ്രവാസി ലോകം. നിരവധി മലയാളികളാണ് ജോലിയില്ലാതെ നാട്ടിൽ കുടുങ്ങിക്കിടക്കുന്നതും വിവിധ GCC രാജ്യങ്ങളിൽ ജോലിയില്ലാതെ റൂമുകളിൽ ഇരിക്കുന്നതും. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ